പാങ്ങോട് ഹെലിപ്പാഡിൽ എത്തിച്ചേരും. അവിടെ നിന്നായിരിക്കും അദ്ദേഹത്തിന്റെ സന്ദർശനം ഒരുക്കിയിട്ടുള്ളത്. തിരിച്ചു വരുമ്പോൾ അദ്ദേഹം നേരിട്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുകയായിരിക്കും ചെയ്യുക. ഇപ്പോൾ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിന്റെ തൊട്ടു മുമ്പിൽ ബാലകൃഷ്ണൻ ഉമേഷ്, പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിലേക്ക് കയറി കഴിഞ്ഞു. എന്താണ് അവിടെ നിന്നുള്ള ലേറ്റസ്റ്റ് വിവരം? പ്രധാനമന്ത്രി ഇപ്പോൾ ഹെലിപാഡിൽ എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ എത്തിക്കഴിഞ്ഞ അതിനുശേഷമുള്ള ഒരു 5 മിനിറ്റാണ് ഹെലിപാഡിൽ എത്തി സമയം ചെലവഴിക്കുന്നത്. മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ കാത്തിരിപ്പുണ്ടായിരുന്നു. സ്വാഭാവികമായി രാവിലെ എത്തുന്ന അഭിവാദ്യം ചെയ്ത ശേഷം അവർ ഹെലികോപ്റ്ററിലേക്ക് കയറും. ഹെലികോപ്റ്ററിലേക്ക് കയറുന്നതിന് തൊട്ട് മുൻപ് കാലാവസ്ഥ കൂടി അവർ പരിശോധിക്കാറുണ്ട്. അതുകൊണ്ടായിരിക്കണം ചെറിയ ഒരു 5 മിനിറ്റ് സമയം. 2 ഹെലികോപ്റ്ററുകളാണ് ഒരുക്കിയിട്ടുള്ളത്. MI-17 മിലിറ്ററിയുടെ ഉടമസ്ഥയിലുള്ള MI-17 2 ഹെലികോപ്റ്ററുകൾ. അതിൽ ഒന്നിൽ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും അടക്കുന്ന ടീം ഉണ്ടാകും. രണ്ടാമത്തെ ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രിക്കൊപ്പമുള്ള ക്രൂ ഉണ്ടാകും. ഇവിടുന്ന് 20 മിനിറ്റാണ് ഫ്ലൈയിങ് ടൈം നിശ്ചയിച്ചിരിക്കുന്നത്. അതായത് ഈ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെ ഹെലിപാഡിൽ നിന്ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലെ ഹെലിപാഡിലേക്ക് എത്താൻ 20 മിനിറ്റ് ഫ്ലൈയിങ് ടൈം ഉണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഹെലിപാഡിൽ നിന്ന് റോഡ് മാർഗം ഈ ഉദ്ഘാടനം നടക്കുന്ന വേദിയിലേക്ക് എത്തുന്നത് 5 മിനിറ്റ് റോഡ് റണ്ണിംഗ് ടൈം കാണിക്കുന്നുണ്ട്. പക്ഷെ 5 മിനിറ്റ് ഒന്നും എടുക്കില്ല. അദ്ദേഹത്തെ ഹെലിപാഡിൽ സ്വീകരിക്കാൻ മന്ത്രിമാരുണ്ടാകും. ഒപ്പം വിഴിഞ്ഞ തുറമുഖ അധികൃതരുണ്ടാകും. അവിടെ നിന്ന് 5 മിനിറ്റോടുകൂടി അദ്ദേഹം വിഴിഞ്ഞ തുറമുഖത്തിന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലേക്ക് കടക്കും. അതിന്റെ പ്രവർത്തനങ്ങൾ